ശ്രീകൃഷ്ണ. ആദരണീയരായ എല്ലാ കുടുംബമിത്രങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. ഞാൻ ശ്രീദേവി രാധാകൃഷ്ണൻ. ഇന്ന് വൃഷാലിയുടെ കഥയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ കഥയിലേക്ക് സുസ്വാഗതം. തുടങ്ങാം. ദൂരെ കുരുക്ഷേത്രത്തിൽ അമീൻ കുന്നിന്റെ താഴ്വരയിൽ രണവാദ്യങ്ങൾ മുഴങ്ങി. വൃഷാലി കാതോർത്തു. പാണ്ഡവർ ആഘോഷിക്കുകയാണ് സ്വന്തം ജ്യേഷ്ഠന്റെ പതനം. ഇനി ഒരിക്കലും ഹിരണ്യഗർഭത്തിന്റെ മാറ്റിലെ ഗഗനം ഭേദിക്കില്ല. എല്ലാ അപമാന ഭാരങ്ങളും ശാപങ്ങളും ഭൂമിയിൽ എന്നേക്കുമായി ഇറക്കി വെച്ച് കർണൻ വിടവാങ്ങി. ചതുപ്പ് നിലത്തിൽ ആണ്ടുപോയ രഥചക്രം ഉയർത്താൻ ശ്രമിക്കുകയായിരുന്ന നിരായുധനായ കർണന്റെ നേരെ ആഞ്ജലിക ബാണം അയക്കാൻ അർജുനനോട് ആജ്ഞാപിച്ചുവത്രേ ഭഗവാൻ ശ്രീകൃഷ്ണൻ, നന്ദിഘോഷത്തിന്റെ സാരഥി. തന്റെ പശുക്കിടാവിന്റെ ജീവസറ്റ ശരീരം നോക്കി അലമുറയിട്ട വൃദ്ധ ബ്രാഹ്മണന്റെ ശാപം. കർണ, യുദ്ധസമയത്ത് നിന്റെ രഥചക്രങ്ങൾ മണ്ണിൽ ആഴ്ന്നു പോകട്ടെ എന്ന്. ഒരു ക്ഷത്രിയനാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മഹേന്ദ്ര പർവ്വതത്തിൽ പരശുരാമന്റെ ക്രോധാഗ്നിയിൽ നിന്നും വർഷിച്ച ശാപവാക്കുകൾ. യുദ്ധത്തിൽ ആവശ്യമുള്ള സമയത്ത് ബ്രഹ്മാസ്ത്രം നിനക്ക് ഓർമ്മ വരാതെ പോകട്ടെ. ശാപങ്ങൾ ഒരിക്കലും ഫലിക്കാതെ പോയിട്ടില്ലല്ലോ കർണന്റെ ജീവിതത്തിൽ. ചതിയായിരുന്നു അമ്മേ, കൊടും ചതി. ചിത്രസേനന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിരായുധനായ യോദ്ധാവിന് നേരെ അസ്ത്രം പ്രയോഗിക്കുന്നത് യുദ്ധധർമ്മമല്ലെന്ന് ഉറക്കെ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ. എന്നിട്ടും വൃഷാലിക്ക് അറിയാമായിരുന്നു ഭഗവാൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ടാവും. കള്ളച്ചൂത് കളിക്കുമ്പോൾ പാഞ്ചാലിയെ സഭയിൽ വെച്ച് അപമാനിക്കുമ്പോൾ അഭിമന്യുവിനെ 6 പേർ ചേർന്ന് ആക്രമിക്കുമ്പോൾ എവിടെയായിരുന്നു കർണ നിന്റെ ധർമ്മമെന്ന്. അതിനുത്തരം ആരെക്കാളും അറിയുന്ന ഭഗവാനെ നോക്കി കർണൻ പുഞ്ചിരിച്ചിട്ടുണ്ടാവും, കൈകൾ കൂപ്പി വന്ദിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊന്നുമല്ലമ്മേ എന്നെ വേദനിപ്പിച്ചത്. വൃഷാലി പിന്നെയും കേട്ടു, ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ. യുദ്ധത്തിൽ മരണപ്പെട്ട തന്റെ മകന്റെ അന്ത്യസംസ്കാരത്തിനു വേണ്ടി യുദ്ധഭൂമിയിൽ ധനം യാചിച്ചു നടന്ന നിർധനനായ ഒരു ബ്രാഹ്മണന് തന്റെ 2 സ്വർണപ്പല്ലുകൾ പിഴുതെടുത്തു കൊടുക്കാൻ മരണശയ്യയിൽ കിടന്നു ചിത്രസേനനോട് ആവശ്യപ്പെട്ടു അത്രേ കർണൻ. അറിയാം, തന്റെ മുന്നിൽ യാചിച്ചു വരുന്ന ഒരാളെയും തിരിച്ചയക്കാൻ കഴിയില്ല കർണന്. ദാനശീലൻ. വൃഷാലി ഓർക്കുകയായിരുന്നു. വിശേഷണങ്ങൾക്ക് ഒരു കുറവുമില്ലായിരുന്നല്ലോ തന്റെ കർണന്. ദാനശീലൻ, ദിഗ്വിജയി, സൂതപുത്രൻ, ശാപഗ്രസ്തൻ. ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന ഇന്ദ്രന് തന്റെ കവചകുണ്ടലങ്ങൾ ദാനം ചെയ്ത പുണ്യശ്രേഷ്ഠൻ. എന്തിനു വേണ്ടിയായിരുന്നു? തന്റെ പുത്രനായ അർജുനനെ രക്ഷിക്കാൻ വേണ്ടിയാണ് കൗശലപൂർവ്വം ഇന്ദ്രൻ അത് ചെയ്തതെന്ന് നല്ല ബോധ്യമുണ്ടായിട്ടും. നിന്റെ കുലം ഏതാണ് കർണ? ഒരു സൂതപുത്രന് ഒരു ക്ഷത്രിയനോട് ഏറ്റുമുട്ടാൻ അധികാരമില്ല. അന്ന് വസന്ത പൗർണമി നാളിൽ ഹസ്തിനപുരിയിലെ മത്സരക്കളരിയിൽ അർജുനനുമായി മത്സരത്തിന് തയ്യാറെടുക്കുമ്പോൾ ഗുരു ദ്രോണാചാര്യർ മനസ്സിനേൽപ്പിച്ച ആദ്യത്തെ ക്ഷതം. അർജുനനോ അസ്ത്രങ്ങൾക്കോ കർണനെ തോൽപ്പിക്കാനാവില്ല. കർണൻ അജയ്യനാണ്. മറ്റാരേക്കാളും ഗുരുവിന് അറിയാമായിരുന്നു ആ സത്യം. കർണന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കാൻ മാത്രമേ ആർക്കും കഴിഞ്ഞിരുന്നുള്ളൂ. ഒരു ക്ഷത്രിയന് മാത്രമേ ഞാൻ പതിയായി സ്വീകരിക്കുകയുള്ളൂ. സൂതപുത്രന് ഈ സഭയിൽ എന്ത് കാര്യം? സ്വയംവര പന്തലിൽ വെച്ച് ദ്രൗപദിയുടെ പരിഹാസവാക്കുകൾ. സൂതപുത്രൻ, സൂതപുത്രൻ. ആർപ്പുവിളികൾ കാതിൽ മുഴങ്ങുന്നു. ഉണങ്ങാത്ത മുറിവുകളും ഒഴിയാത്ത ശാപങ്ങളും ഏറ്റുവാങ്ങി കർണൻ യാത്രയായി. കുരുക്ഷേത്രത്തിൽ ആരവങ്ങൾ അടങ്ങുന്നില്ല. വൃഷാലി ഒരിക്കൽ കൂടി ആ രംഗം ഓർത്തെടുത്തു. യുദ്ധകളത്തിലേക്ക് പുറപ്പെടുന്നതിനു മുൻപ് തന്റെ നെറ്റിൽ സൗഭാഗ്യ തിലകം അണിയിക്കാൻ വന്ന നിമിഷം. ബാണം കൊണ്ട് ഇടത് കൈയിലെ തള്ളവിരൽ മുറിച്ച് തന്റെ നെറ്റിൽ രക്തതിലകം ചാർത്തി കർണൻ പറഞ്ഞു, ഞാൻ യാത്ര ചോദിക്കുന്നില്ല വൃഷാലി. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അർജുനൻ. ഇന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞങ്ങളിൽ ഒരാൾ മാത്രമേ ജീവനോടെ ഉണ്ടാവൂ. കരയരുത്. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ നിന്നെ തന്നെ പത്നിയായി കിട്ടട്ടെ എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ വൃഷാലി. ഒരു നിമിഷം ആ കണ്ണുകൾ സജലങ്ങളായതുപോലെ. ഞാൻ മരിക്കുകയാണെങ്കിൽ ഒരു പുല്ലുപോലും മുളയ്ക്കാത്ത ഏതെങ്കിലും കന്യാഭൂവിൽ എൻ്റെ ചിതയൊരുക്കണം. അപമാനങ്ങളും ശാപങ്ങളും ഏറ്റുവാങ്ങാൻ ഇനിയും ഒരു ജന്മം. അതെനിക്ക് വേണ്ട. കരഞ്ഞില്ല. വൃഷസേനനെയും പ്രസേനനെയും യുദ്ധക്കളത്തിൽ നഷ്ടപ്പെട്ടപ്പോഴും കണ്ണീർ തടഞ്ഞത് ആ വാക്കുകളാണ്. അവർ കർണന്റെ മക്കളാണ്. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരെ ഓർത്ത് ആരും കരയരുത്.
ഇനി തൻ്റെ ഊഴമാണ്. യാത്രയ്ക്കുള്ള സമയമായി. ആചാരം അനുസരിച്ച് സതി അനുഷ്ഠിക്കേണ്ടത് മൂത്ത പത്നിയായ താനാണ്. അകത്ത് സുപ്രിയ തളർന്നു കിടക്കുകയാണ്. തൻ്റെ അനുജത്തിയെ പോലെയാണവൾ. തൻ്റെ കർണന്റെ മനസ്സ് കവർന്നവൾ. ഒരിക്കൽ പോലും അവളോട് അസൂയയോ വിദ്വേഷമോ തോന്നിയിട്ടില്ല. ഒന്നും പറയാതെ അവളെ ചേർത്ത് പിടിച്ച് ആ മൂർത്താവിൽ ചുംബിച്ചു. എല്ലാവരെയും അനുഗ്രഹിച്ച് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി തോളിലെ വസ്ത്രത്തിന്റെ അഗ്രഭാഗം എടുത്തു നോക്കി. ഉണ്ട്, അതവിടെ തന്നെയുണ്ട്, പൊട്ടിയ ആ മൺകുടത്തിന്റെ കഷ്ണം. അന്ന് കർണനെ പ്രയാഗയിൽ വെച്ച് ആദ്യമായി കണ്ട നിമിഷം, ആ സൂര്യ തേജസ്സിനു മുന്നിൽ അറിയാതെ ചെന്ന് പെട്ടപ്പോഴുണ്ടായ പരിഭ്രമത്തിൽ തലയിൽ വെച്ച മൺകുടം താഴെ വീണ് പൊട്ടിയതും ഏതോ രാജകുമാരനെന്ന് തെറ്റിദ്ധരിച്ച് കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ചതും എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഋഷാലിയുടെ കൺമുന്നിൽ തെളിഞ്ഞു. പതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ ആ മുഖത്ത് നിറഞ്ഞിരുന്ന കുസൃതി ചിരി കണ്ട് അമ്പരന്നു നിന്നു. ഞാൻ രാജകുമാരനൊന്നുമല്ല, ഒരു സാധാരണ സൂതപുത്രനാണ്. പ്രണയിച്ചു പോവുകയായിരുന്നു സൂതപുത്രനെ ആ നിമിഷം. തന്റെ സാരഥിയായ സത്യസേനന്റെ സഹോദരിയാണ് മുന്നിൽ എന്നറിഞ്ഞപ്പോൾ തേജസ്സുറ്റ ആ മുഖം ഒന്നുകൂടി ശോഭിച്ചതുപോലെ. ജ്യേഷ്ഠനോട് തന്നെ പത്നിയായി ആവശ്യപ്പെട്ടപ്പോൾ മനസ്സിൽ ആഹ്ലാദം തിരതല്ലുകയായിരുന്നു. ജന്മജന്മാന്തരങ്ങളുടെ പുണ്യം. കർണപത്നി എന്നതിൽ പരം എന്ത് സൗഭാഗ്യമാണ് തനിക്ക് ജീവിതത്തിൽ വന്നു ചേരാനുള്ളത്. ആദ്യ രാത്രി തന്റെ ഉത്തരീയത്തിൽ നിന്നും പൊട്ടിയ മൺകുടത്തിന്റെ ഒരു കഷ്ണമെടുത്ത് കയ്യിൽ വെച്ചു തന്നു. ഋഷാലി, ഇതെന്നും നിന്റെ വസ്ത്രത്തിന്റെ അറ്റത്ത് സൂക്ഷിക്കണം. നമ്മുടെ ഒത്തുചേരലിന്റെ സ്നേഹത്തിന്റെ പ്രതീകം പോലെ. കർണനെന്നും തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടേയുള്ളൂ. താൻ സൂതപുത്രനല്ല, സൂര്യപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും സുപ്രിയയെ വിവാഹം ചെയ്തുകൊണ്ട് വന്നപ്പോഴും ആ സ്നേഹത്തിന്റെ ആഴം കുറഞ്ഞിട്ടുണ്ടോ? കൂടിയതല്ലാതെ. നനഞ്ഞ വസ്ത്രത്തിൽ കൊട്ടാരം വിട്ട് പുറത്തിറങ്ങി. കുതിരകൾ കടിഞ്ഞാണിടുന്ന ശബ്ദം. ആരാണീ സമയത്ത് രഥത്തിൽ നിന്നുമിറങ്ങി ശുഭ്രവസ്ത്രധാരിയായി വരുന്ന സ്ത്രീ രൂപത്തെ ഒന്നേ നോക്കിയുള്ളൂ. രാജമാതാവ് കുന്തിദേവി. കലങ്ങി മറിഞ്ഞ കണ്ണുകൾ. എന്തിനാണിവർ ഇപ്പോൾ കരയുന്നത്? ആർക്കു വേണ്ടി? അമ്മേ, ഗംഗാതീരത്ത് വെച്ച് കർണൻ തന്ന പ്രതിജ്ഞ നിറവേറ്റിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും 5 പുത്രന്മാർ ജീവനോടെയുണ്ട്. മകളെ വൃഷാലി. തന്റെ തോളിലേക്ക് ചാഞ്ഞ് അവർ തേങ്ങിക്കരഞ്ഞു. മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ലാത്ത ഹതഭാഗ്യയായ ഒരു മാതാവാണ് ഞാൻ. എൻ്റെ ഉള്ളിൽ നിനക്കെന്നും എൻ്റെ മൂത്ത മരുമകളുടെ സ്ഥാനം തന്നെയാണ്. എന്നോട് പൊറുക്കൂ. എത്രയോ തവണ കേൾക്കാൻ കൊതിച്ച വാക്കുകൾ. കുനിഞ്ഞു ആ കാലുകൾ തൊട്ട് വന്ദിച്ച് തിരിഞ്ഞു നടന്നു. ഹസ്തിനപുരത്തെ ഓരോ പുൽക്കൊടിയോടും കർണന്റെ പ്രിയപ്പെട്ട ഗംഗയോടും യാത്ര പറഞ്ഞ്. ദൃശദ്യുതിയുടെ തീരത്ത് ചിതകൾ ആളിക്കത്തുന്നു. ഹസ്തിനപുരിയെ അന്ധകാരം മൂടിക്കഴിഞ്ഞു. തന്റെ പുത്രനോടുള്ള യാത്രാമൊഴി പോലെ ആദിത്യനും അന്ന് നേരത്തെ വിടവാങ്ങിയോ? വൃഷാലി നടന്നു ഉറച്ച കാൽവയ്പ്പുകളോടെ. ആമീൻ കുന്നിനു മുകളിൽ കരിങ്കല്ലുകൾ നിറഞ്ഞ സ്ഥലത്താണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കർണന്റെ ചിതയൊരുക്കിയത്. കർണന്റെ അന്ത്യാഭിലാഷമായിരുന്നു അത്. ഭഗവാൻ തന്നെ തന്റെ അന്ത്യസംസ്കാരം ചെയ്യണം. ഒരു പുൽക്കൊടി പോലും മുളയ്ക്കാത്ത കന്യാഭൂമിയിൽ തന്റെ ദുഃഖങ്ങളും ശാപങ്ങളും വീണ്ടും പൊട്ടിമുളച്ച് ഒരു മാനവ രൂപം പൂകാൻ ഇനിയും ഇടവരരുത്. ഋഷാലി നോക്കി. ദൂരെ എരിഞ്ഞടങ്ങുന്ന തന്റെ പ്രിയതമന്റെ ചിതയ്ക്കരികിൽ എന്തോ ചിന്തയിലാണ്ട് ഭഗവാൻ ഇരിക്കുന്നു. പതിയെ മുന്നിൽ ചെന്ന് നിന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു, ആരാണ് കൃഷ്ണ യുദ്ധത്തിൽ വിജയിച്ചത്? ആർക്കു വേണ്ടിയായിരുന്നു ഈ യുദ്ധം? തന്റെ കണ്ണുകളെ നേരിടാൻ കഴിയാതെ ഭഗവാൻ തല താഴ്ത്തി കൈകൾ കൂപ്പി ആ കാലുകൾ തൊട്ട് വന്ദിച്ചു. വൃഷാലിയുടെ ജന്മം ഇവിടെ പൂർണ്ണമാവുകയാണ്. കർണൻ ആഗ്രഹിച്ചതുപോലെ ഇനിയൊരു ജന്മം തനിക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഒന്നും പറയാതെ ചിതയിലേക്ക് നടന്നു. കല്ലിൽ കൊത്തിയ വിഗ്രഹം പോലെ ശുഭ്രവസ്ത്രധാരിയായി നടന്നു നീങ്ങുന്ന വൃഷാലിയെ ഭഗവാൻ നോക്കി നിന്നു. അവളുടെ തോളിൽ നിന്നും ഉതിർന്നു വീണ വസ്ത്രമെടുത്ത് അതിൽ കെട്ടിയിട്ട പൊട്ടിയ മൺകുടത്തിൽ കഷ്ണം നോക്കി ഭഗവാൻ ചിന്തയിലാണ്ട് ഒരു നിമിഷം നിന്നു. കൗരവസഭയിൽ അപമാനിക്കപ്പെട്ട ദ്രൗപദിയോർത്ത് ചരിത്രം പരിതപിക്കും. തന്റെ മൂത്തപുത്രനെ പുഴയിലൊഴുക്കി നിസ്സഹായായി കുന്തിക്ക് ചരിത്രം മാപ്പ് കൊടുക്കും. സ്വന്തം പതിക്ക് വേണ്ടി കണ്ണുകെട്ടി അന്ധത സ്വീകരിച്ച ഗാന്ധാരിയെ ചരിത്രം ആരാധിക്കും. പക്ഷേ വൃഷാലി, കർണൻ എന്ന വീരയോദ്ധാവിന്റെ സ്നേഹവും പരിരക്ഷയും ഏറ്റുവാങ്ങിയവൾ, കർണന്റെ വേദനകളെയും അപമാനങ്ങളെയും അടുത്തറിഞ്ഞവൾ, എന്നും കർണന്റെ നിഴലായി കൂടെ നിന്നവൾ, പാതിവൃത്യത്തിന്റെയും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകം. ചരിത്രം അവളെയും വിസ്മരിക്കാതിരിക്കട്ടെ.
മനസ്സുകൊണ്ട് വൃഷാലിയെ ആശീർവദിച്ച് മോക്ഷം നൽകുമ്പോൾ അന്ന് ആദ്യമായി സർവചരാചരങ്ങളുടെയും നാഥന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. പക്ഷെ വൃഷാലി അത് കണ്ടില്ല. തന്റെ പ്രാണന്റെ ചിതയിലേക്ക് ആത്മസമർപ്പണം ചെയ്തു കഴിഞ്ഞിരുന്നു അവൾ. മഹാഭാരതത്തിൽ അധികമൊന്നും എഴുതപ്പെടാത്ത ഒരു കഥാപാത്രമാണ് കർണപത്നി വൃഷാലി. കർണന് 2 ഭാര്യമാരായിരുന്നു, വൃഷാലിയും സുപ്രിയയും. നമസ്തേ പ്രിയ കുടുംബമിത്രങ്ങളെ, വൃഷാലിയുടെ കഥ, കർണന്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമല്ലോ. ഹരേ കൃഷ്ണ.